ഇനി അടുത്ത് നമുക്ക് പഠിക്കേണ്ടത് adjoint of a matrix. The adjoint of a square matrix A equal to matrix Aij, അതിൻ്റെ ഓർഡർ n ആണെന്ന് അസ്യൂം ചെയ്യുന്നു, is defined as transpose of the matrix capital Aij of order n by n. എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മെട്രിക്സിലെ ഓരോ എലമെന്റിന്റെയും കൊഫാക്ടർ കണ്ടുപിടിച്ചിട്ട് ആ കൊഫാക്ടറിന്റെ മെട്രിക്സ് ആണ് ഇത്. കൊഫാക്ടറിന്റെ മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എടുത്താൽ കിട്ടുന്നതാണ് എന്ത്? അഡ്ജോയിന്റ് എന്ന് പറയുന്ന മെട്രിക്സ്. നമുക്കതിനെ ഒന്നുകൂടെ ക്ലിയർ ആക്കാം. എ ഈക്വൽ ടു ദ ഓർഡർ 3യിലുള്ള മെട്രിക്സ്, സാധാരണ രീതിയിലുള്ള മെട്രിക്സ് കൺസിഡർ ചെയ്യാം. ഇനി അഡ്ജോയിന്റ്, ഈ മെട്രിക്സിന്റെ അഡ്ജോയിന്റ് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നതെന്നാണ് ഇവിടെ പറഞ്ഞത്. എന്താ പറഞ്ഞത്? ട്രാൻസ്പോസ് ഓഫ് ഈ മെട്രിക്സ്. സോ ഇറ്റ് ഈസ് ട്രാൻസ്പോസ് ഓഫ് മെട്രിക്സ് A11, A12, A13 ഒക്കെ ക്യാപിറ്റലാണ്. ക്യാപിറ്റലാണെന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ വന്നത്? ഓരോ എലമെന്റിന്റെ സ്ഥാനത്തും അതാതിന്റെ കൊഫാക്ടേഴ്സ് കൊണ്ട് റീപ്ലേസ് ചെയ്യാം. അതിനെയാണ് കൊഫാക്ടർ മെട്രിക്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഓരോ എലമെന്റിന്റെ സ്ഥാനത്തും അതാതിന്റെ കൊഫാക്ടേഴ്സ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന മെട്രിക്സ് ആണ് എന്ത്? കൊഫാക്ടറുകളുടെ മെട്രിക്സ്, ഓർ വി ക്യാൻ കോൾ ഇറ്റ് ആസ് എ കൊഫാക്ടർ മെട്രിക്സ്. ഈ മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എടുത്താൽ കിട്ടുന്നതിനെയാണ് അഡ്ജോയിന്റ് അല്ലെങ്കിൽ അഡ്ജോയിന്റ് ഓഫ് ദാറ്റ് മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം എങ്ങനെയാണ് ട്രാൻസ്പോസ് എടുക്കാന്ന്. എന്താ ചെയ്യേണ്ടത്? ഒരു മെട്രിക്സിന്റെ ട്രാൻസ്പോസ് കിട്ടാൻ അവയുടെ റോസും കോളംസും ഇന്റർചേഞ്ച് ചെയ്യണം. അപ്പൊ എന്താ കിട്ടുക? ഇവിടെ A11, A21, A31 എന്നുള്ളത് ഫസ്റ്റ് റോ ആക്കി, അതുപോലെ സെക്കൻഡ് കോളത്തിനെ സെക്കൻഡ് റോ ആക്കി, തേർഡ് കോളത്തിനെ തേർഡ് റോ ആക്കി. ഈ കിട്ടുന്നതിനെയാണ് അഡ്ജോയിന്റ് ഓഫ് ഈ മെട്രിക്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു മെട്രിക്സ് തന്നിട്ട് അതിൻ്റെ അഡ്ജോയിന്റ് കാണാൻ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഓരോ എലമെന്റിന്റെയും കൊഫാക്ടേഴ്സ് കാണണം. എന്നിട്ട് ഓരോ എലമെന്റിന്റെ സ്ഥാനത്തും അതാതിന്റെ കൊഫാക്ടർ വെച്ചാൽ നമുക്കൊരു മെട്രിക്സ് കിട്ടും. വി ക്യാൻ കോൾ ഇറ്റ് ആസ് എ കൊഫാക്ടർ മെട്രിക്സ്. ഈ കൊഫാക്ടർ മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എടുത്താലാണ് എന്ത് കിട്ടുക? അഡ്ജോയിന്റ് ഓഫ് ദാറ്റ് മെട്രിക്സ് കിട്ടുന്നത്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഫൈൻഡ് അഡ്ജോയിന്റ് ഫോർ എ ഈക്വൽ ടു ഈ മെട്രിക്സ്. ഒരു സ്ക്വയർ മെട്രിക്സ് തന്നിട്ടുണ്ട്. നമുക്ക് ഈ സ്ക്വയർ മെട്രിക്സിന്റെ അഡ്ജോയിന്റ് എന്ന മെട്രിക്സ് ഏതാണെന്ന് കാണണം. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അഡ്ജോയിന്റ് എയുടെ ഡെഫിനിഷൻ ആലോചിക്കുക. എന്താണ് അഡ്ജോയിന്റ് എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ദ ട്രാൻസ്പോസ് ഓഫ് കൊഫാക്ടർ മെട്രിക്സ്. അപ്പൊ നമുക്ക് ആദ്യം കൊഫാക്ടർ മെട്രിക്സ് ഉണ്ടാക്കണം. കൊഫാക്ടർ മെട്രിക്സ് എങ്ങനെയാണ് ഉണ്ടാക്കുക? അതിനാദ്യം ഓരോ എലമെന്റിന്റെയും കൊഫാക്ടർ കാണും. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ക്യാപിറ്റൽ A11 എന്ന് പറയുന്നത് ഇവിടെ 4 ആണ്. എങ്ങനെ കിട്ടുക? ക്യാപിറ്റൽ A11 എന്ന് പറഞ്ഞാൽ അത് 2ന്റെ കൊഫാക്ടർ ആണ്. അപ്പൊ എന്ത് ചെയ്യണം? -1 റേസ് ടു 1 + 1 ഇൻറ്റു അതിൻ്റെ മൈനർ. അതിൻ്റെ മൈനർ എന്ന് പറഞ്ഞാൽ എന്താ? 2 ഉള്ള റോ കോളം ഒഴിവാക്കി ബാക്കിയുള്ളത് ഡിറ്റർമിനന്റ് ഓഫ് 4 ആണ് അല്ലേ? അപ്പം -1 റേസ് ടു 1 + 1 ഡിറ്റർമിനന്റ് ഓഫ് 4 എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാല്യൂ 4 തന്നെയാണ്. അപ്പം അത് ഡയറക്റ്റ് എഴുതിയതാണ് ഇവിടെ A11 = 4. ഇതേപോലെ അടുത്തത് A12, 3യുടെ കൊഫാക്ടർ. 3യുടെ കൊഫാക്ടർ എങ്ങനെയാണ് കിട്ടുക? ഇറ്റ് ഈസ് -1 റേസ് ടു 3 ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് 1 ആണ് അല്ലേ? -1 റേസ് ടു 3 എന്ന് പറഞ്ഞാൽ -1 ആണ്. അപ്പം -1 ഇൻറ്റു 1, ദ ആൻസർ ഈസ് -1. അടുത്തത് A21 എന്ന് പറഞ്ഞാൽ 1ന്റെ കൊഫാക്ടർ. -1 റേസ് ടു 2 + 1, 1ന്റെ മൈനർ. 1ന്റെ മൈനർ എത്രയാണ് കിട്ടുക? 3 ആണ് അല്ലേ? അപ്പം -1 ഇൻറ്റു 3 വരും, ദ ആൻസർ ഈസ് -3. അതുപോലെ അടുത്തത് 4ന്റെ കൊഫാക്ടർ. -1 റേസ് ടു 2 + 2, ഡിറ്റർമിനന്റ് ഓഫ് 2, ദാറ്റ് ഈസ് 2 itself. അപ്പോൾ ഓരോ എലമെന്റിന്റെയും കൊഫാക്ടേഴ്സ് ആണ് ഇവിടെ കണ്ടുപിടിച്ചത്. ഇനി നമുക്ക് അഡ്ജോയിന്റ് എഴുതാം. എന്താ അഡ്ജോയിന്റ് എന്ന് പറഞ്ഞാൽ? കൊഫാക്ടർ മെട്രിക്സിന്റെ ട്രാൻസ്പോസ് ആണ് അല്ലേ? സോ കൊഫാക്ടർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താ ചെയ്തത്? 2ന്റെ സ്ഥാനത്ത് അതിന്റെ കൊഫാക്ടർ എഴുതി, ഇതാ 4. 3യുടെ സ്ഥാനത്ത് 3യുടെ കൊഫാക്ടർ എഴുതി, എന്താ അത്? -1. 1ന്റെ സ്ഥാനത്ത് 1ന്റെ കൊഫാക്ടർ ഏതാത്? -3. 4ന്റെ സ്ഥാനത്ത് അതിന്റെ കൊഫാക്ടർ 2. അപ്പോൾ ഓരോ എലമെന്റിന് പകരം അതാതിന്റെ കൊഫാക്ടേഴ്സ് എഴുതി, എന്നിട്ട് അതിന്റെ ട്രാൻസ്പോസ് എടുക്കണം. ഓക്കെ, കൊഫാക്ടർ മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എന്നാണ് അഡ്ജോയിന്റ് എയുടെ ഡെഫിനിഷൻ. സോ വാട്ട് ഈസ് ദ ആൻസർ? ദ ആൻസർ ഈസ് 4 - 3
-1 2. ഇതാണ് നമുക്ക് തന്ന എ എന്ന മെട്രിക്സിൻ്റെ അഡ്ജോയിൻറ്റ് മെട്രിക്സ്. ഓക്കെ, ഇനി ഇവിടെ നിങ്ങൾക്കൊരു കാര്യം ശ്രദ്ധിക്കാം. യു ജസ്റ്റ് കമ്പയർ ദ ഗിവൺ മെട്രിക്സ് എ ആൻഡ് ഇറ്റ്സ് അഡ്ജോയിൻറ്റ്. എന്താ ഇവ തമ്മിലുള്ള വ്യത്യാസം നോക്കൂ. എയുടെ ഡയഗണൽ എലമെൻറ്റ്സ് 2ഉം 4ഉം ആയിരുന്നു. അഡ്ജോയിൻ്റ് എഴുതിയപ്പോൾ എന്തുണ്ടായി? അത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു. പിന്നെ ഉള്ളത് 1ഉം 3ഉം ആണ്, ഡയഗണലിലല്ലാത്ത 2 എലമെൻറ്റ്സ്. നോക്കൂ, നമ്മുടെ അഡ്ജോയിൻ്റ് എയിൽ എന്താ സംഭവിച്ചത്? ഈ രണ്ടിൻ്റെയും ചിഹ്നം മാറിയിട്ടുണ്ട്. ശരിയല്ലേ? ഡയഗണൽ എലമെൻറ്റ്സ് പരസ്പരം മാറി, ബാക്കിയുള്ള 2 എലമെൻറ്റ്സിൻ്റെ ചിഹ്നം മാറി. സോ ദിസ് ഇസ് ദ അഡ്ജോയിൻ്റ് ഓഫ് എ സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ 2. അപ്പം നമുക്കിനി ഓർഡർ 2ലുള്ള സ്ക്വയർ മെട്രിക്സിൻ്റെ അഡ്ജോയിൻ്റ് ചോദിച്ചാൽ ഇത്രയൊന്നും എഴുതണ്ട. നമുക്കിത് നോക്കിക്കഴിഞ്ഞാൽ ഡയറക്റ്റ് എഴുതാൻ പറ്റും. എങ്ങനെ ഡയറക്റ്റ് എഴുതാൻ പറ്റുക? എന്താ ഇവിടെ സംഭവിച്ചതെന്നുള്ളത് ഓർത്ത് വെച്ചാൽ മതി. സോ ദിസ് ഇസ് ദ റൂൾ. ഫോർ എ സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ 2, adjoint A can also be obtained by interchanging the diagonal elements. അതാണ് ഇവിടെ കണ്ടത്. തന്ന മെട്രിക്സിൽ 2 4 ആയിരുന്നു, അവ പരസ്പരം മാറി. അപ്പോൾ ഡയഗണൽ എലമെൻസിനെ ഇൻ്റർചേഞ്ച് ചെയ്താൽ മതി. അതുപോലെ ബൈ ചേഞ്ചിങ് ദ സൈൻസ് ഓഫ് ദ അതർ 2 എലമെൻറ്റ്സ്, ബാക്കി 2 എണ്ണത്തിൻ്റെ ചിഹ്നവും മാറ്റിയിട്ടാൽ മതി. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് അഡ്ജോയിൻ്റ് എഴുതാൻ പറ്റും. ഓക്കെ, സോ ഇതാണ് ഇവിടെ പറഞ്ഞത്. എ എന്നുള്ള മെട്രിക്സ് ഇതായിരുന്നു. നമ്മൾ എന്ത് ചെയ്തു? അഡ്ജോയിൻ്റ് കിട്ടാൻ ഈ 2ഉം 4ഉം പരസ്പരം ഇൻ്റർചേഞ്ച് ചെയ്യുക. അതുപോലെ 1ഉം 3ഉം അവയുടെ സൈന് മാറ്റിയിടുക. അപ്പോൾ നമുക്ക് അഡ്ജോയിൻ്റ് കിട്ടും. പക്ഷെ ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെ നമുക്ക് ഡയറക്റ്റ് ഒറ്റയടിക്ക് എഴുതാൻ പറ്റുന്നത് ഓർഡർ 2ലുള്ള സ്ക്വയർ മെട്രിക്സിൻ്റെ കേസിൽ മാത്രമാണ്. അപ്പോൾ ഓർഡർ 3യിലുള്ളത് തന്നാൽ എങ്ങനെയാണ് ചെയ്യേണ്ടത്? നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഓരോ എലമെൻറ്റേയും കോഫാക്ടേഴ്സ് എഴുതുക. അഡ്ജോയിൻ്റ് എ ഈക്വൽ ടു കോഫാക്ടർ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എഴുതുക, എന്നിട്ട് ആൻസർ എഴുതേണ്ടി വരും. ഓർഡർ 3യിലുള്ളതാണെങ്കിൽ. ഓർഡർ 2യിലുള്ളതാണെങ്കിൽ നമുക്ക് ഈ രീതിയിൽ പെട്ടെന്ന് ആൻസറിലേക്ക് കിടക്കാൻ പറ്റും. അടുത്ത നമുക്കൊരു തിയറാണ്. If A is a square matrix of order n, then A into adjoint A equal to adjoint A into A equal to determinant A into I. ഇത് ഏതൊരു സ്ക്വയർ മെട്രിക്സും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു റിലേഷനാണ്. അപ്പോൾ നമുക്കിതിൻ്റെ പ്രൂഫൊന്നും വേണ്ട, പക്ഷേ ജസ്റ്റ് അത് എങ്ങനെയാണ് വരുന്നതെന്നൊന്ന് അറിയാൻ വേണ്ടി കുറച്ച് കാര്യങ്ങൾ പറയുന്നു. എ എന്ന മെട്രിക്സ് കൺസിഡർ ചെയ്യുക. അതിൻ്റെ അഡ്ജോയിൻ്റ് എ എന്ന് പറയുന്നത് ഇങ്ങനെ കിട്ടുക. നമ്മൾ തൊട്ട് മേലത്തെ സ്റ്റെപ്പിൽ പറഞ്ഞു എങ്ങനെയാണ് അഡ്ജോയിൻ്റ് കിട്ടുക. എന്താ ചെയ്യേണ്ടത്? ഈ എലമെൻസിനെ അതാതിൻ്റെ കോഫാക്ടേഴ്സ് കൊണ്ട് റീപ്ലേസ് ചെയ്യുക. എന്നിട്ട് ആ റീപ്ലേസ് ചെയ്ത കോഫാക്ടർ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എടുത്താൽ കിട്ടുന്നതാണ് ഇത്. ഓക്കെ, സോ ദിസ് ഇസ് അഡ്ജോയിൻ്റ് ഓഫ് അവർ മെട്രിക്സ് എ. ഇനി നമുക്ക് നോക്കാം എ ഇൻറ്റു അഡ്ജോയിൻ്റ് എന്താ കിട്ടുക. അപ്പോൾ എയും അഡ്ജോയിൻ്റ് ഒക്കെ ഇവിടെ തന്നെ ഉണ്ട്. നമുക്കൊന്ന് ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ ആൻസറും ഓർഡർ 3യിലുള്ള സ്ക്വയർ മെട്രിക്സ് ആണെന്ന് നമുക്കറിയാം. വട്ട് ഈസ് ദ ഫസ്റ്റ് എലമെൻറ്റ്? A11 ഇൻറ്റു ക്യാപിറ്റൽ A11 പ്ലസ് A12 ഇൻറ്റു ക്യാപിറ്റൽ A12 പ്ലസ് A13 ഇൻറ്റു ക്യാപിറ്റൽ A13 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റോയിലെ എലമെൻസിൻ്റെ കൂടെ അതാത് എലമെൻസിൻ്റെ കോഫാക്ടേഴ്സ് ആണ് മൾട്ടിപ്ലൈഡ് ആവുന്നത്. നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞു ഇറ്റ് ഈസ് ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് ഓഫ് എ. ഇനി അടുത്തത് നോക്കുക. അടുത്ത എലമെൻ്റ് എങ്ങനെയാണ് കിട്ടുക? ഫസ്റ്റ് റോയും സെക്കൻഡ് കോളും. അപ്പോൾ എന്താ സംഭവിക്കുക? ഈ എലമെൻ്റെ കൂടെ വേറെ റോയിലെ എലമെൻ്റെ കോഫാക്ടറാണ് ചേരുന്നത്. A12 ഇൻറ്റു A22 ആണ്. A22 A12ൻ്റെ കോഫാക്ടർ അല്ല. അതുപോലെ A13 ഇൻറ്റു A23. അപ്പം അങ്ങനെയുള്ള കോമ്പിനേഷൻസ് വന്നാൽ നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മൾ നേരത്തെ വെരിഫൈ ചെയ്തതാണ് ഒരു പ്രോബ്ലത്തിൽ. ദ റിസൾട്ട് ഈസ് 0. അതുപോലെ ഈ റോയും ഈ കോളവും തമ്മിൽ ചെയ്താലും ഈ എലമെൻസിൻ്റെ കോഫാക്ടേഴ്സ് അല്ലല്ലോ ഇത്. സോ ദർ ഓൾസോ വി വിൽ ഗെറ്റ് 0. ഇനി സെക്കൻഡ് റോയും ഫസ്റ്റ് കോളും നോക്കുക. സെക്കൻഡ് റോയിലെ എലമെൻസിൻ്റെ കൂടെ ഇവിടെ ചേരുന്നത് അവയുടെ കോഫാക്ടേഴ്സ് അല്ല. സോ ദ റിസൾട്ട് ഈസ് 0. ദെൻ സെക്കൻഡ് റോ ആൻഡ് സെക്കൻഡ് കോളം അവിടെ ചേരുന്നത് A21 ഇൻറ്റു ക്യാപിറ്റൽ A21, അത് അതിൻ്റെ തന്നെ കോഫാക്ടറാണ്. പ്ലസ് A22 ഇൻറ്റു ക്യാപിറ്റൽ A22, അതും അതിൻ്റെ തന്നെ കോഫാക്ടറാണ്. സിമിലർലി A23 ഇൻറ്റു അതിൻ്റെ കോഫാക്ടർ. സോ ദിസ് റെപ്രസെൻറ്റ്സ് ഡിറ്റർമിനൻ്റ് ഓഫ് എ. എഗെയിൻ ഈ സെക്കൻഡ് റോയും തേർഡ് കോളും തമ്മിലുള്ള കോമ്പിനേഷൻ എടുക്കുമ്പോൾ ആ റിസൾട്ട് 0 കിട്ടും. അതുപോലെ തന്നെയാണ് ലാസ്റ്റ് റോയും ഫസ്റ്റ് കോളും 0 വരും. ലാസ്റ്റ് റോ ആൻഡ് സെക്കൻഡ് കോളം 0 വരും. തേർഡ് റോ ആൻഡ് തേർഡ് കോളം വന്നു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഡിറ്റർമിനൻ്റ് ഓഫ് എ, ബിക്കോസ്
ആ കറസ്പോണ്ടൻസ് ശരിയാണ്. A31ൻ്റെ കൂടെ അതിൻ്റെ കോഫാക്ടർ, A32ൻ്റെ കൂടെ അതിൻ്റെ കോഫാക്ടർ, A33യുടെ കൂടെ അതിൻ്റെ കോഫാക്ടർ. അപ്പം അതുകൊണ്ട് ഇതാണ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക അല്ലേ. ഇവിടെ നിങ്ങൾ നോക്കുക, ഫസ്റ്റ് റോയിൽ ഡിറ്റർമിൻ്റെ കോമൺ, സെക്കൻഡ് റോയിലും ഡിറ്റർമിൻ്റെ കോമൺ, തേർഡ് റോയിലും ഡിറ്റർമിൻ്റെ കോമൺ ആണ് അല്ലേ. ചുരുക്കം പറഞ്ഞാൽ ഈ മെട്രിക്സിനെ നമുക്ക് ഇതിൻ്റെ ഉള്ളിലത്തെ എല്ലാ എലമെൻസിനെയും ഡിറ്റർമിനൻ്റ് എ കൊണ്ട് ഇൻഡ്യൂ ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. അവിടെയൊക്കെ 0 അല്ലേ. 0 can be considered as 0 into determinant A. So we can write like this. It is determinant A into the identity matrix. അല്ലേ. So it is equal to determinant A into I. ഇതുപോലെ നിങ്ങൾക്ക് തിരിച്ചും നോക്കാം. ഇതിപ്പോൾ A into adjoint A ആണ് നോക്കിയത്. adjoint A into A ചെയ്താലും നമുക്ക് ഇതേപോലെ തന്നെ റിസൾട്ട് കിട്ടും. So we have A into adjoint A equal to adjoint A into A equal to determinant A into I. ഈ റിസൾട്ട് എല്ലാ സ്ക്വയർ മെട്രിക്സ് എയും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു റിസൾട്ടാണ്. അപ്പോൾ ഇത് നമ്മൾ പറഞ്ഞത് പ്രൂഫൊന്നുമല്ല, പക്ഷെ എങ്ങനെയാണ് റിസൾട്ട് വരിക എന്നൊന്ന് കാണിച്ചു തന്നെന്ന് മാത്രമേ ഉള്ളൂ. അടുത്ത ചില ഡെഫിനിഷൻസ് ആണ്. എ സ്ക്വയർ മെട്രിക്സ് എ ഈസ് സെറ്റ് ടു ബി സിംഗുലർ ഇഫ് ഡിറ്റർമിനന്റ് എ ഈക്വൽ ടു 0 ആൻഡ് നോൺ സിംഗുലർ ഇഫ് ഡിറ്റർമിനന്റ് എ നോട്ട് ഈക്വൽ ടു 0. ജസ്റ്റ് മനസ്സിലാക്കി വെക്കേ വേണ്ടു. ഇനി അതിനെ ബേസ് ചെയ്ത് നമുക്ക് ചില തിയറംസ് ഉണ്ട്. ആദ്യത്തെ തിയറം, ഇഫ് എ ആൻഡ് ബി ആർ നോൺ സിംഗുലർ മെട്രിസസ് ഓഫ് ദ സെയിം ഓർഡർ then AB and BA are also നോൺ സിംഗുലർ മെട്രിസസ് ഓഫ് ദ സെയിം ഓർഡർ. എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം? എയും ബിയും നോൺ സിംഗുലർ ആണെങ്കിൽ എ ബിയും ബി എയും നോൺ സിംഗുലർ മെട്രിസസ് ആയിരിക്കും. എന്താണ് ഒരു മെട്രിക്സ് നോൺ സിംഗുലർ എന്ന് പറഞ്ഞാൽ അർത്ഥം? ഡിറ്റർമിനന്റ് എ നോട്ട് ഈക്വൽ ടു 0. എ നോൺ സിംഗുലർ മീൻസ് ഡിറ്റർമിനന്റ് എ നോട്ട് ഈക്വൽ ടു 0. ബി നോൺ സിംഗുലർ എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനന്റ് ബി നോട്ട് ഈക്വൽ ടു 0. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് നൊട്ടേഷനിൽ പറയാൻ വേണമെങ്കിൽ, ഇഫ് ഡിറ്റർമിനന്റ് എ നോട്ട് ഈക്വൽ ടു 0 ആൻഡ് ഡിറ്റർമിനന്റ് ഓഫ് ബി നോട്ട് ഈക്വൽ ടു 0, then determinant of AB not equal to 0 and determinant of BA not equal to 0. അതാണ് ഈ എഴുതിയതിനെ കൊണ്ട് അർത്ഥാക്കുന്നത്. എ ബിയും ബി എയും നോൺ സിംഗുലർ ആണെന്ന് പറഞ്ഞാൽ ഡിറ്റർമിനന്റ് ഓഫ് എ ബി നോട്ട് ഈക്വൽ ടു 0 ആണ്, ഡിറ്റർമിനന്റ് ഓഫ് ബി എ നോട്ട് ഈക്വൽ ടു 0 ആണ്. ഇനി അടുത്ത തിയറം ഇതാണ്, ദ ഡിറ്റർമിനന്റ് ഓഫ് പ്രോഡക്റ്റ് ഓഫ് മെട്രിസസ് ഈസ് ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് ദർ റെസ്പെക്റ്റീവ് ഡിറ്റർമിനൻസ്. ക്ലിയർ ആണോ പറഞ്ഞത്? എന്താണ്? രണ്ട് മെട്രിക്സുകളുടെ പ്രോഡക്റ്റിൻ്റെ ഡിറ്റർമിനൻറ്റ് അത് ഏതിന് ഈക്വലാണ്? ദ പ്രോഡക്റ്റ് ഓഫ് ദർ റെസ്പെക്റ്റീവ് ഡിറ്റർമിനൻസ്. ഓരോന്നിൻ്റെയും ഡിറ്റർമിനൻറ്റ് എടുത്തിട്ട് അവ തമ്മിൽ ഇൻഡ്യൂ ചെയ്താൽ കിട്ടുന്നതിന് തുല്യമാണ്. വേർ എ ആൻഡ് ബി ആർ സ്ക്വയർ മെട്രിസസ് ഓഫ് ദ സെയിം ഓർഡർ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ജസ്റ്റ് മനസ്സിലാക്കി വെക്കാൻ വേണ്ടു. നമുക്ക് ഓരോ പ്രോബ്ലം എടുത്താൽ ഇതൊക്കെ വെരിഫൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇനി ഒരു റിസൾട്ട് നമുക്കറിയാവുന്ന കാര്യത്തിൽ നിന്ന് നമ്മൾ റിസൾട്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. നമ്മൾ തൊട്ട് നേരത്തെ പറഞ്ഞു അഡ്ജോയിൻ്റ് എ ഇൻറ്റു എ എന്ന് പറയുന്ന ഡിറ്റർമിനൻ്റ് എ ഇൻറ്റു ഐ ആണ്. ആ മെട്രിക്സ് ഇതാണ് കിട്ടുക. അതൊക്കെ തൊട്ട് മേലെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്. ഡിറ്റർമിനൻ്റ് എ ഇൻറ്റു ഐ എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനൻ്റ് എ ഇൻറ്റു 1 0 0 0 1 0 0 0 1. ഡിറ്റർമിനൻ്റ് എ കൊണ്ട് എല്ലാ ടേമിനെയും ഇൻറ്റു ചെയ്താൽ നമുക്ക് ഇങ്ങനെ കിട്ടും. ഓക്കെ, ഇനി ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് എടുത്താൽ എന്താ സംഭവിക്കുക? അതായത് ലെഫ്റ്റ് സൈഡിൽ ഡിറ്റർമിനൻ്റ് എടുത്തു. ഡിറ്റർമിനൻ്റ് ഓഫ് അഡ്ജോയിൻ്റ് എ ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ അത് ഡിറ്റർമിനൻ്റ് ഓഫ് ഈ മെട്രിക്സ് ആണ്. ശരിയല്ലേ? അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ഉണ്ട്, അതിൻ്റെ രണ്ട് സൈഡിലും നമ്മൾ ഡിറ്റർമിനൻ്റ് അപ്ലൈ ചെയ്തു. ഇനി തൊട്ട് നേരത്തെ നമ്മൾ പറഞ്ഞു രണ്ട് മെട്രിക്സുകളുടെ പ്രോഡക്റ്റിൻ്റെ ഡിറ്റർമിനൻ്റ്, ഡിറ്റർമിനൻ്റ് ഓഫ് എ ബി എന്നുള്ള പോലെയാണ് ഇത് കിടക്കുന്നത്. ഇത് ആദ്യത്തെ മെട്രിക്സ്, ഇത് രണ്ടാമത്തെ മെട്രിക്സ്. ശരിയല്ലേ? അഡ്ജോയിൻ്റ് എന്ന് പറയുന്ന ഒരു മെട്രിക്സ് തന്നെയാണ്. അപ്പോൾ തൊട്ട് മേലെ പറഞ്ഞ റിസൾട്ട് അപ്ലൈ ചെയ്താൽ നമുക്കതിനെ ഇങ്ങനെ എഴുതാം. രണ്ട് മെട്രിക്സിൻ്റെ പ്രോഡക്റ്റിൻ്റെ ഡിറ്റർമിനൻ്റ് എന്ന് പറഞ്ഞാൽ ഓരോന്നിൻ്റെ ഡിറ്റർമിനൻ്റിൻ്റെ പ്രോഡക്റ്റ് ആണെന്നാണ് നേരത്തെ പറഞ്ഞത്. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് ഓഫ് അഡ്ജോയിൻ്റ് എ ഇൻറ്റു ഡിറ്റർമിനൻ്റ് ഓഫ് എ അല്ലേ? ഇനി ദിസ് ഇസ് ഈക്വൽ ടു, ഇതെങ്ങനെയാണ് ഡിറ്റർമിനൻ്റ് ഓഫ് എ ക്യൂബ് ഇൻറ്റു ഇങ്ങനെ എഴുതുന്നത്? ഫസ്റ്റ് റോയിൽ ഡിറ്റർമിനൻ്റ് എ കോമൺ, അപ്പോൾ നമുക്ക് ഡിറ്റർമിനൻ്റ് എനെ പുറത്തെടുത്തൂടെ? സെക്കൻഡ് റോയിലും ഒരു ഡിറ്റർമിനൻ്റ് ഉണ്ട്, അപ്പോൾ രണ്ട് ഡിറ്റർമിനൻ്റ് പുറത്തേക്ക് വന്നു. തേർഡിലും ഉണ്ട്, അപ്പോൾ 3 ഡിറ്റർമിനൻ്റ് പുറത്തേക്ക് വന്നു. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഡിറ്റർമിനൻ്റ് എ ക്യൂബ് ഇൻറ്റു ദ ഐഡൻറ്റിറ്റി മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് എഴുതാം. നൗ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ദ ഡിറ്റർമിനൻ്റ് ഓഫ് ഐഡൻറ്റിറ്റി മെട്രിക്സ്? അത് 1 ആണ്. സോ ദ റിസൾട്ട് ഈസ്
ഡിറ്റർമിനന്റ് ഓഫ് എ ക്യൂബ് ഇൻറ്റു 1 ഈക്വൽ ടു ഡിറ്റർമിനന്റ് ഓഫ് എ ക്യൂബ് എന്ന് വേണമെങ്കിൽ പറയാം. ശരിയല്ലേ? ഇനി നമുക്ക് ഇതിനെ ഇപ്പോൾ ഡിറ്റർമിനന്റ് രണ്ട് സൈഡിലും കോമൺ ഫാക്ടറാണ്. ഇതാണ് ഇക്വേഷൻ. ദിസ് സൈഡ് ഇസ് ഈക്വൽ ടു ഡിറ്റർമിനന്റ് ഓഫ് എ ക്യൂബ് ഇൻറ്റു y. അതിൽ ഡിറ്റർമിനന്റ് ഓഫ് എ മെട്രിക്സ് എന്ന് പറയുന്ന ഒരു നമ്പറാണ്. അപ്പോൾ ഈ ഇക്വേഷൻ്റെ രണ്ട് സൈഡിലും ഡിറ്റർമിനന്റ് എ എന്ന നമ്പർ കോമൺ ഫാക്ടറാണ്. അപ്പോൾ നമുക്ക് അതിലൊരെണ്ണത്തിനെ ഡിവൈഡ് ചെയ്ത് കളഞ്ഞൂടെ? അത് കളഞ്ഞാൽ എന്താ കിട്ടുക? ഡിറ്റർമിനന്റ് ഓഫ് അഡ്ജോയിന്റ് എ ഈക്വൽ ടു ഡിറ്റർമിനന്റ് ഓഫ് എയുടെ സ്ക്വയർ ആണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നമ്മളെടുത്ത എ എന്ന മെട്രിക്സ് ഓർഡർ 3യിലുള്ള സ്ക്വയർ മെട്രിക്സ് ആയിരുന്നു. എയുടെ ഓർഡർ 3 ആണെങ്കിൽ ഡിറ്റർമിനന്റ് ഓഫ് അഡ്ജോയിന്റ് എ എന്ന് പറയുന്നത് ഡിറ്റർമിനന്റ് ഓഫ് എയുടെ സ്ക്വയർ ആണ്. ഓർഡർ 3യിലുള്ളതാണെങ്കിൽ ഇവിടെ സ്ക്വയർ വന്നു. അങ്ങനെയാണെങ്കിൽ നമുക്കിതിനെ ജനറലൈസ് ചെയ്യാം അല്ലേ? ഇഫ് എ ഈസ് എ നോൺ സിംഗുലാർ മെട്രിക്സ് ഓഫ് ഓർഡർ n. എന്താ നോൺ സിംഗുലാർ എന്നുള്ളതിന് തെളിവ് ഇതാണ്. 0 ആണെങ്കിൽ നമുക്കിവിടെ 0 കൊണ്ട് ഡിവൈഡ് ചെയ്യാനൊന്നും പറ്റൂലല്ലോ. അതുപോലെ തന്നെ ഇൻറ്റു 0 എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു മെട്രിക്സിൽ യാതൊരു അർത്ഥമില്ല. അപ്പോൾ എ നോൺ സിംഗുലാർ ആണ് എന്നുള്ള രീതിയിലാണ് ഇവിടെ ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു 0 നമ്മൾ എടുത്തിട്ടുള്ളത്. അതാണ് ഇവിടെ എടുത്ത് പറഞ്ഞത്. ഇഫ് എ ഈസ് എ നോൺ സിംഗുലാർ മെട്രിക്സ് ഓഫ് ഓർഡർ n, then determinant of adjoint A equal to determinant A raised to n minus 1. ഇവിടെ ഓർഡർ 3 ആയപ്പോൾ raised to 2 ആണ്. അപ്പോൾ ഓർഡർ n ആവുമ്പോൾ അതിൽ നിന്ന് 1 കുറവ് raised to n minus 1. ഇത് നമുക്ക് പലപ്പോഴും മൾട്ടിപ്പിൾ ചോയ്സിലൊക്കെ ചോദിക്കാറുള്ള ഒരു റിസൾട്ടാണ്. Now we have one more theorem. A square matrix A is invertible if and only if A is a non-singular matrix. എന്താ അതിൻ്റെ അർത്ഥം? ഒരു സ്ക്വയർ മെട്രിക്സ് എ ഇൻവേർട്ടിബിൾ ആവുന്നത് എപ്പോഴാണ്? അത് നോൺ സിംഗുലാർ മെട്രിക്സ് ആയാലാണ്. അത് തിരിച്ചും ശരിയാണ്. ഇഫ് ആൻഡ് ഓൺലി ഇഫ് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങോട്ട് ശരിയാണ്. അതായത് എ നോൺ സിംഗുലാർ മെട്രിക്സ് ആണെങ്കിൽ എ ഇൻവേർട്ടിബിൾ ആണ്. അപ്പോൾ ഈ തിയറം പ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ രണ്ട് സൈഡും പ്രൂവ് ചെയ്യണം. എങ്ങനെ രണ്ട് സൈഡ് പ്രൂവ് ചെയ്യുക? അസ്യൂം ദാറ്റ് എ ഈസ് ഇൻവേർട്ടിബിൾ ആൻഡ് വി ഹാവ് ടു പ്രൂവ് ദാറ്റ് എ ഈസ് എ നോൺ സിംഗുലാർ മെട്രിക്സ്. അതുപോലെ അസ്യൂം ദാറ്റ് എ ഈസ് നോൺ സിംഗുലാർ ദെൻ ഇറ്റ് ഇംപ്ലൈസ് എ ഈസ് ഇൻവേർട്ടിബിൾ. ഇത് രണ്ട് സൈഡും പ്രൂവ് ചെയ്താലേ ഈ തിയറത്തിൻ്റെ പ്രൂഫ് ആവുള്ളൂ. അപ്പോൾ ആ പ്രൂഫ് എങ്ങനെയാണെന്നാണ് പറയാൻ പോകുന്നത്. നമുക്ക് ആദ്യത്തെ ഭാഗം നോക്കാം. ലെറ്റ് എ ബി ഇൻവേർട്ടിബിൾ. ഇനി എ ഇൻവേർട്ടിബിൾ ആണെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ പഠിച്ചിട്ടുണ്ട്. ഒരു മെട്രിക്സ് എപ്പോഴാണ് ഇൻവേർട്ടിബിൾ എന്ന് പറയാൻ പറ്റുക? ഇഫ് ദർ എക്സിസ്റ്റ് എ സ്ക്വയർ മെട്രിക്സ് ഓഫ് ദ സെയിം ഓർഡർ സച്ച് ദാറ്റ് എ ബി ഈക്വൽ ടു ബി എ ഈക്വൽ ടു ഐ. ഇങ്ങനെ ഒരു ബി എക്സിസ്റ്റ് ചെയ്താലാണ് എയിനെ നമ്മൾ ഇൻവേർട്ടിബിൾ എന്ന് പറയുക. നമ്മൾ അവിടെ ഇതും പഠിച്ചു, എ ഇൻവേഴ്സ് ഈക്വൽ ടു ബി എന്ന് എഴുതുന്നും പഠിച്ചു. അപ്പോൾ ഇവിടെ നമ്മൾ ആ ഇൻവേർട്ടിബിളിൻ്റെ ഡെഫിനിഷനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എ ഇൻവേർട്ടിബിൾ ആണെന്ന് പറഞ്ഞാൽ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യാൻ പാകത്തിന് ഒരു ബി ഉണ്ടെന്ന അർത്ഥം. ഇനി അതിൽ നിന്ന് നമ്മൾ ഒരു പാർട്ട് മാത്രം എടുക്കുക. എ ബി ഈക്വൽ ടു ഐ എന്ന് എടുത്തു. എ ബി ഈക്വൽ ടു ഐ എന്ന് പറഞ്ഞാൽ അതിൻ്റെ രണ്ട് സൈഡും ഡിറ്റർമിനന്റ് അപ്ലൈ ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? ഡിറ്റർമിനന്റ് ഓഫ് എ ബി ഈക്വൽ ടു ഡിറ്റർമിനന്റ് ഓഫ് ഐഡന്റിറ്റി മെട്രിക്സ് എന്ന് കിട്ടും. ഐഡന്റിറ്റി മെട്രിക്സിൻ്റെ ഡിറ്റർമിനന്റ് 1 ആണെന്ന് നമുക്കറിയാം. ഇനി ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ തിയറം ഉപയോഗിക്കുക. സോ ദിസ് സൈഡ് ക്യാൻ ബി റിട്ടൺ ആസ് ഡിറ്റർമിനന്റ് എ ഇൻറ്റു ഡിറ്റർമിനന്റ് ബി ഈക്വൽ ടു 1 കിട്ടി. അപ്പോൾ ഡിറ്റർമിനന്റ് എയും ഡിറ്റർമിനന്റ് ബിയും ഇത് രണ്ട് നമ്പേഴ്സ് ആണല്ലോ. ഈ രണ്ട് നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് 1 ആണെന്ന് പറഞ്ഞാൽ ഡിറ്റർമിനന്റ് 0 അല്ല എന്ന് ഉറപ്പല്ലേ? സോ ദിസ് ഇംപ്ലൈസ് ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു 0. ഇനി ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അത് നോൺ സിംഗുലാർ മെട്രിക്സിൻ്റെ ഡെഫിനിഷനാണ്. ദെർഫോർ വി ക്യാൻ സേ ദാറ്റ് എ ഈസ് എ നോൺ സിംഗുലാർ മെട്രിക്സ്. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തത് എ ഇൻവേർട്ടിബിൾ ആണെന്ന് അസ്യൂം ചെയ്തു. അതിൽ നിന്നും വി ക്യാൻ സേ ദാറ്റ് എ ഈസ് എ നോൺ സിംഗുലാർ മെട്രിക്സ്. ഇനി തിരിച്ച് അസ്യൂം ദാറ്റ് എ ഈസ് എ നോൺ സിംഗുലാർ മെട്രിക്സ്, അതായത് ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു 0 ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്തു. ഇനി നമുക്ക് ഇത് ഉപയോഗിച്ച് നമുക്ക് എന്ത് പറയാൻ പറ്റണം? എ ഇൻവേർട്ടിബിൾ ആണെന്ന് പറയാൻ പറ്റണം. എ ഇൻവേർട്ടിബിൾ ആവണമെങ്കിൽ എന്ത് വേണം? ഇതുപോലത്തെ ഒരു ബി ഉണ്ടെന്ന് പറയാൻ പറ്റണം. അതാണ് അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ അസ്യൂം ദാറ്റ് എ ഈസ് നോൺ സിംഗുലർ, അതായത് ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു 0 എന്ന് അസ്യൂം ചെയ്തു. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു ഏതൊരു സ്ക്വയർ മെട്രിക്സിനും ഈ റിസൾട്ട് ആപ്ലിക്കബിൾ ആണെന്ന് പറഞ്ഞു. ഇതാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി ഈ ഇക്വേഷനെ നമ്മൾ ചെയ്തത് ഡിറ്റർമിനന്റ് എ എന്ന നമ്പറിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഡിറ്റർമിനന്റ് എ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന എന്തുകൊണ്ടാണ്? അത് 0 അല്ലാത്തൊരു നമ്പർ ആയതുകൊണ്ട് മാത്രമാണ്. ഡിവിഷൻ ബൈ 0 നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഡിറ്റർമിനന്റ് 0 അല്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് നമുക്ക് ഈ ഇക്വേഷനെ
ഡിറ്റർമിനൻ്റ് എ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ടാണിത്. അതിനെ ഒന്ന് ഗ്രൂപ്പ് ചെയ്തെന്നേ ഉള്ളൂ. എ ഇൻറ്റു അഡ്ജോയിൻ്റ് എ ബൈ ഡിറ്റർമിനൻ്റ് എ എന്നുള്ളതിനെ എ ഇൻറ്റു 1 ബൈ ഡിറ്റർമിനൻ്റ് എ ഇൻറ്റു അഡ്ജോയിൻ്റ് എന്ന് എഴുതി. ഇതിൻ്റെ താഴെ ബൈ ഡിറ്റർമിനൻ്റ് എക്സ്ട്രാ വന്നു എന്നേ ഉള്ളൂ. അതുപോലെ തന്നെ ഈ ടേം അതിനെ നമ്മളൊന്ന് ഗ്രൂപ്പാക്കി ഈക്വൽ ടു ഐ എന്നായി. ഈ സൈഡിൽ ബൈ ഡിറ്റർമിനൻ്റ് വരുമ്പോൾ ബാക്കി അവിടെ ഐഡൻറ്റിറ്റി മെട്രിക്സ് ഐ മാത്രമേ ഉള്ളൂ. ഇനി ഇങ്ങനെ നമ്മൾ ബ്രാക്കറ്റിൽ എഴുതാൻ കാരണം അതിനെ ഈ ഇക്വേഷൻ പോലെ ആക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് എ ഇൻവേർട്ടിബിൾ ആണെന്നല്ലേ പറയേണ്ടത്. അപ്പോൾ എന്ത് കിട്ടണം? എ ബി ഈക്വൽ ടു ബി എ ഈക്വൽ ടു ഐ എന്നുള്ള ഒരു പാറ്റേൺ കിട്ടണ്ടേ? അപ്പോൾ ആ പാറ്റേൺ കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഡിറ്റർമിനൻ്റ് എ എന്ന ആ ഡിനോമിനേറ്ററിനെ നമ്മളൊന്ന് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എഴുതിയിട്ടുള്ളത്. ഇനി നോക്കുക, ഈ എഴുതിയ ഇക്വേഷൻ എ ബി ഈക്വൽ ടു ബി എ ഈക്വൽ ടു ഐ എന്നുള്ള ഫോമിലാണ്. വേർ എന്താണ് ബിയുടെ സ്ഥാനത്തുള്ളത്? ഇത് ബി ഈസ് ഈക്വൽ ടു 1 ബൈ ഡിറ്റർമിനൻ്റ് എ ഇൻറ്റു അഡ്ജോയിൻ്റ് എ, ഓർ ഈ ബി ആണ് എയുടെ ഇൻവേഴ്സ് നമുക്ക് പറയാം. ഓക്കെ, സോ വി ക്യാൻ സേ ദാറ്റ് എ ഈസ് ഇൻവേർട്ടിബിൾ. ആൻഡ് വാട്ട് ഈസ് ദ ഇൻവേഴ്സ് ഓഫ് എ? എ ഇൻവേഴ്സ് ഈക്വൽ ടു ബിയുടെ സ്ഥാനത്ത് കിടക്കുന്ന ഈ എക്സ്പ്രഷൻ, ദാറ്റ് ഈസ് 1 ബൈ ഡിറ്റർമിനൻ്റ് എ ഇൻറ്റു അഡ്ജോയിൻ്റ് എ. അപ്പോൾ ഈ തിയറത്തിൽ കൂടെ നമ്മൾ എന്തും കൂടെ കണ്ടു? We got a formula for finding the inverse of a square matrix, and this is that formula. A inverse equal to 1 by determinant A into adjoint A, അല്ലെങ്കിൽ adjoint A by determinant A എന്നൊക്കെ അതിനെ നമുക്ക് പറയാം. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഈ ഫോർമുല ഉപയോഗിച്ച് എങ്ങനെയാണ് പ്രോബ്ലം ചെയ്യുക, എങ്ങനെയാണ് ഒരു മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് കാണുക എന്ന് അറിയണം. ഓക്കെ, that we will discuss in the next class.